താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി പഞ്ചായത്തിൽ ഇത്തവണ ആരായിരിക്കും മുന്നേറുക? വാർഡുകളിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കും പറയാനുള്ളത് കേട്ടുനോക്കാം. എൻ്റെ പേര് ലിസി ജോർജ്. ഞാൻ കാലടി ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡ് ടൗണിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ടൗൺ വാർഡിലെ പ്രശ്നങ്ങൾ, ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ വാർഡിൽ പല പ്രശ്നങ്ങളുണ്ട്. അതായത് കുടുംബശ്രീ, തൊഴിലുറപ്പിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കുടുംബശ്രീയുടെ കരുത്താണ് എന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും അവരോടൊപ്പം പ്രവർത്തിക്കാനും എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. കാലടി പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളിമുറ്റം വേണമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകമായ ആശയം. അത് കുട്ടികൾക്ക് നടപ്പാക്കി കൊടുക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതാണ്. എന്നും ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ കൂടെ ലിസി ജോർജ് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ PV സ്റ്റീഫൻ, കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് കൈപ്പട്ടൂർ സൗത്ത് ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുന്നു. ആമുഖമായി തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി കാലടിയുടെ പൊതുരംഗത്ത് കറപുരളാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എന്നെ വിജയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. മറ്റൊന്ന്, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കാലടിയുടെ ഇൻഡസ്ട്രിയൽ മേഖല എന്ന നിലക്ക് അവിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനുകൂടി പരിഹാരമുണ്ടാകണം. കാലടിയുടെ ബൈപ്പാസ് റോഡ് എന്ന നിലക്ക് ആ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റോഡിൻ്റെ എല്ലാ തരത്തിലുള്ളതായ തുടർന്ന് അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലും മറ്റും ഈ വാർഡിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട്, പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നിലുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ആയതുകൊണ്ട് ഈ ഡിസംബർ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാലടി ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയായ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ കാലടിയുടെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് ഈ വാർഡിലെ വികസനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. ഒപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസന മുരടിപ്പ് ഈ വാർഡിൽ വളരെയധികം പ്രതിഫലിക്കുന്നുണ്ട്. അത് പരിഹരിക്കാനായിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥിയായി എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഞാൻ ലില്ലി ഗ്രിഗറി, നായത്തോട് മഹാകവി ജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഹൈസ്കൂൾ അധ്യാപികയാണ്. ഞാൻ കാലടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ എല്ലാവരുടെയും എല്ലാ നന്മയ്ക്ക് വേണ്ടിയിട്ടും എന്നാൽ കഴിയും വിധം പ്രവർത്തിക്കുമെന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് ഞാൻ പ്രതിജ്ഞ പറയുകയാണ്. നിങ്ങളോട് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് റാഫി. കാലടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ്
മേക്കാൽഡി പ്രദേശത്തു നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മേക്കാലയുടെ പ്രദേശത്ത് നമുക്ക് നടത്തി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആവണങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിക്കാവശ്യമായ വെള്ളം മേക്കാൽഡി പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി വിപുലമായൊരു കനാൽ നമ്മൾ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ പൂർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ജയിച്ച് മെമ്പറായി വന്നാൽ അത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് നിങ്ങൾക്ക് മുമ്പാകെ ഉറപ്പ് നൽകുകയാണ്. മറ്റൊരു കാര്യം, മേക്കാൽഡിയിലെ കുളിക്കടവുകൾ സമയാസമയം ശുചീകരിക്കപ്പെട്ടിട്ടില്ല. അതുമൂലം അവിടുത്തെ ജനങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങാനോ അവർക്കാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാനോ സാധിക്കുന്നില്ല. അതിൽ പരിഗണന കൊടുക്കണമെന്നും വിചാരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, തരിശായി കിടക്കുന്ന കൃഷി സ്ഥലങ്ങളാണ്. അവിടെ നെൽകൃഷി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മുൻപാകെ ഒരു മെമ്പറായി തിരിച്ചെത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടുകളും എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. പ്രിയമുള്ള കാലടി ടൗണിലെ 14-ാം വാർഡിലെ സഹോദരി സഹോദരന്മാരെ, ഞാൻ സുമി ജിൻസ് മാഞ്ഞാലി, നിങ്ങളുടെ സുമി ടീച്ചർ. ഒരു കണക്ക് അധ്യാപികയായും ഒരു വേദപാഠ ടീച്ചറായും നമ്മുടെ മക്കളോടൊപ്പം ഞാൻ എന്നും ഉണ്ടായിരുന്നു. ഇന്ന് കാലടി ടൗൺ വാർഡിൽ നിന്ന് 14-ാം വാർഡിൽ നിന്ന് LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ചേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒന്നിച്ചു നിന്നാൽ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാലടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് സൗകര്യം കൊണ്ടുവരാതെ നമ്മൾ മറ്റെന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പാഴായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ മാർക്കറ്റ് പരിസരം, ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന ആ പഴയ മാർക്കറ്റ് പരിസരം വികസിപ്പിച്ചെടുത്ത് അവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനായി LDF നേതൃത്വത്തോടൊപ്പം ഞാനും സഹകരിക്കും. 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വാർഡാണ് കാലടി പഞ്ചായത്തിൻ്റെ ടൗൺ വാർഡ്. മാത്രമല്ല, ഈ നാനാവിധത്തിലുള്ള എല്ലാ സ്കൂളിലെയും കുട്ടികൾ ദിവസേന കടന്നു പോകുന്ന ഈ ടൗൺ വാർഡ് ലഹരി വിമുക്തമാക്കുക എന്നത് ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും പാലൂട്ടുന്ന അമ്മമാരുടെയും വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ അംഗനവാടി. അതിന് സ്വന്തമായൊരു കെട്ടിടമില്ല. അതിന് സ്വന്തമായൊരു കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ പരിശ്രമിക്കും. പിന്നെ പറയുകയാണെങ്കിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരിക എന്നതിലുപരി പഴയ പദ്ധതികൾ, അതായത് നിലവിലുള്ള പദ്ധതികൾ ഒന്നും തന്നെ നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ ടൗണിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി അനുവദിച്ചിരിക്കുന്ന അനേകം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകൾ, മണ്ണര കമ്പോസ്റ്റ്, പിന്നെ ഓരോ വീട്ടിലും ടെറസിലൊരു അടുക്കളത്തോട്ടം, ഇങ്ങനെയുള്ള ഓരോ വീടിനും ആവശ്യമായ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കും. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കാലടി 14-ാം വാർഡിലെ സുമി ടീച്ചർ എന്ന എനിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഞാൻ റൂബി ആൻ്റണി തെറ്റയിൽ കാലടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് കൈപ്പട്ടൂർ സൗത്ത്, ആ വാർഡിലാണ് ഞാൻ നിലവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 18 വർഷമായി ഞാൻ അവിടെ ആശാവർക്കറായി സേവനമനുഷ്ഠിക്കുകയാണ്. 2015-2020 കാലഘട്ടത്തിൽ ഞാൻ അവിടുത്തെ മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു മംഗൾയാൻ റോഡ് 75% പ്രവർത്തനം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കിയതാണ്. ഇനി അതിൻ്റെ 25% പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ പ്രാവശ്യം. നിലവിൽ വാർഡിൽ തൊഴിലുറപ്പിൻ്റെയും കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ സജീവമാക്കണം. കാലടി ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയം 15-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിലെ അപാകതകൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കണം. നിലവിൽ വാർഡ് വിഭജനം വന്നപ്പോൾ അംഗൻവാടി കെട്ടിടം ആ വാർഡിലില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു അംഗൻവാടി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട്. ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കറ്റയേന്തിയ കർഷകശ്രീ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാലടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് MT വർഗീസ്. എൻ്റെ ചിഹ്നം
ചുറ്റിക അരിവാൾ നക്ഷത്രം. നേരത്തെ ഞാൻ 13-ാം വാർഡിൽ തന്നെ മെമ്പറായും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായും എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ആ അവസരം വിനിയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡ് 13-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞാൻ നല്ലൊരു പരിശ്രമം നടത്തി ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാവുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുന്ന അന്നത്തെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പഞ്ചായത്തിലും അതുപോലെ തന്നെ 16-ാം വാർഡിലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. 2 അംഗൻവാടികളാണ് 16-ാം വാർഡിലുള്ളത്. പക്ഷേ ഒരു അംഗൻവാടി ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നതാണ് എൻ്റെ ആദ്യ ലക്ഷ്യം. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്ത മേഖലകളിലേക്ക് സ്ട്രീറ്റ് ലൈൻ നീട്ടി ലൈറ്റുകൾ സ്ഥാപിക്കുക, കുടിവെള്ളം എത്താത്ത മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിച്ചുകൊണ്ട് പൊതു ടാപ്പുകളും ഹൗസ് ടാപ്പുകളും നൽകുക. അതുപോലെ തന്നെ SC വിഭാഗങ്ങൾ ഉള്ള പ്രദേശങ്ങളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വാർഡിലെ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ അത് ഏറ്റവും വേഗതയിൽ ഗതാഗത യോഗ്യമാക്കും. മറ്റൊന്നാണ് നമ്മുടെ കാലടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗതാഗത കുരുക്ക് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ജയിച്ച് വന്നാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനെ പൊതുവിൽ ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണുന്നതിനും പ്രത്യേകിച്ച് 16-ാം വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എൻ്റെ ഭാഗത്തുനിന്നും ഉള്ള പൂർണ്ണമായ ശ്രമമുണ്ടാകും. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് സജീവ്. ഞാൻ മറ്റൊരു 16-ാം വാർഡിൽ BJPയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുകയാണ്. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഒരു വാർഡിലേക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ ഞാൻ ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനത്തോടെയാണ് ഞാൻ മത്സരിക്കുന്നത്. എന്നെ 16-ാം വാർഡിൽ ജനങ്ങൾ നല്ല രീതിയിലുള്ളൊരു ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. അതേപോലെ തന്നെ 19 വാർഡിൽ 16 വാർഡിൽ ഞങ്ങൾ BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. നല്ലൊരു വിജയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.